നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. ഗൃഹോപകരണങ്ങളോ വാഹനമോ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാൻ സാധ്യത കാണുന്നു. ഓണാഘോഷത്തിനോടനുബന്ധമായി ദാനധർമ്മങ്ങൾക്കും അനാഥരായവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രദാനാദികൾ കൊടുക്കുക എന്നിവയ്ക്ക് പോലും സമയം കണ്ടെത്തുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. ഓണാഘോഷത്തിനോടനുബന്ധമായിട്ട് കലാകായിക മത്സരങ്ങളിൽ നേതൃത്വം നൽകുവാൻ അവസരമുണ്ടാകുന്നത് വഴിയും വളരെ കൃതാർത്ഥതയും സമാധാനവും എല്ലാം മംഗളകരമാക്കി തീർക്കുവാൻ സാധ്യത കാണുന്നു. അഭ്യൂഹങ്ങൾ പലതും കേൾക്കുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ഉദ്ധരിക്കേണ്ടതായുള്ള സാഹചര്യങ്ങളുള്ളവരെ ഉദ്ധരിക്കുവാനും സ്വയമേവ നിയന്ത്രണങ്ങൾ വേണ്ടി വരുന്നതിന് കാര്യങ്ങൾക്ക് നിയന്ത്രണങ്ങൾ അവലംബിക്കുവാനും പ്രസ്ഥാനത്തിന് സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ അവലംബിക്കുവാനും ആർജിക്കുവാനും അവസരമുണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരമുണ്ടാകും. അംഗീകാരം കുറവുള്ള പാഠ്യപദ്ധതി ഒഴിവാക്കി അംഗീകാരത്തോടു കൂടിയതായിട്ടുള്ള വിജയം കൈവരിക്കാൻ അല്ലെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നഷ്ടസാധ്യതകൾ ഒഴിവാക്കി വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്ന് പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കും. വികസ്വര രാഷ്ട്രത്തിലേക്ക് ചിലർക്ക് ഉപരിപഠനത്തിനും മറ്റു ചിലർക്ക് ജോലിക്കും അപേക്ഷകൾ നൽകുന്നത് വഴി അന്തിമമായിട്ട് അവസരത്തിന് അനുമതി ലഭിക്കുവാൻ ഇടയുണ്ട്. വിദ്യാഭ്യാസം, ജോലി മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം യാത്രകൾ വേണ്ടി വരും. സുരക്ഷാ പ്രവർത്തനങ്ങളിൽ സുശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കും. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാനും ഏറെക്കുറെ തൃപ്തിയായിട്ടുള്ള വിലയ്ക്ക് ഭൂമി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും പദ്ധതികൾ ആവിഷ്കരിക്കുവാനും സാധ്യതയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് സ്വന്തമായി നടത്തിവരുന്ന പ്രസ്ഥാനത്തിന് പുതിയ ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുവാൻ ഇടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. സ്വന്തം കഴിവുകൾ നല്ലതൊക്കെ ആണെങ്കിൽ പോലും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ പോലും സ്വീകരിച്ചും കൊണ്ടും അവലംബിച്ചും കൊണ്ടും ഉദ്ധരിക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് യോഗമുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിക്കുവാനായിട്ട് ഈ മാസത്തിൽ തന്നെ അവരെ പറഞ്ഞയക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണത്തിന് സാധ്യത പോലും കാണുന്നതുമുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. പൊതുവെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിച്ചതിലുപരി മംഗളകരമായിട്ടും ആശ്വാസത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും അനുവർത്തിക്കുവാൻ ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്.
മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ തൊഴിൽ മേഖലകളിൽ, പ്രത്യേകിച്ച് വ്യാപാര വിപണന മേഖലകളോട് ബന്ധപ്പെട്ട് സ്വന്തമായി നടത്തി വരുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങളും അനുഭവിക്കേണ്ടതായുള്ള സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ കുടുംബാംഗങ്ങളുടെ ചുമതലകളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളാണെങ്കിൽ പോലും കഴിഞ്ഞ 2-3 മാസമായിട്ട് പല പ്രകാരത്തിൽ മാർഗതടസ്സങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുകയും ഇനി ഒരു വർഷത്തേക്ക് ഇങ്ങനെയൊക്കെ വേണ്ടിവരും എന്ന ധാരണയോടുകൂടി എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ആത്മസംയമനത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കാൻ തയ്യാറാവും. ഇതിൻ്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ തയ്യാറാകും. പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും, നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും സാമ്പത്തികമായുള്ള നേട്ടം കുറവുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു യുക്തി ഭാവിയിലേക്ക് ഗുണകരമായി തീരും. മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കും യാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനം ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ, രേഖാപരമായിട്ടുള്ള സമർപ്പിക്കുന്നതിലുള്ള അപാകതകളെ കൊണ്ടും പൂർണ്ണത കുറവുകൊണ്ടും നിരസിക്കപ്പെടുവാനിടയുണ്ട്. ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിൽ അധ്യയന വർഷത്തിന് വേണ്ടിയുള്ള അപേക്ഷകളായിരിക്കാം നിരസിക്കപ്പെടുവാനിടയുള്ളത്. അതുകൊണ്ട് ഭാരതത്തിൽ തന്നെ നല്ല വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനും അവിടെ തുറന്ന് പഠിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പല ഉന്നത പദവിയിലിരിക്കുന്ന പലർക്കും ജോലി നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ 3 മാസത്തിൻ്റെ ഉള്ളിൽ മറ്റ് ജോലികളൊക്കെ അപേക്ഷിച്ചോളൂ എന്ന ധാരണ പോലും സ്ഥാപനത്തിൽ നിന്നും വന്നു ചേരുവാനിടയുണ്ട്. ചിലർക്ക് കുടുംബാംഗങ്ങളുടെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിക്കും. മറ്റു ചിലർ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള ജോലി പോലെ തന്നെ തത്തുല്യമായുള്ള തസ്തികയോട് കൂടിയതായിട്ടുള്ള ഒരു ജോലിക്ക് 1 വർഷത്തിന് ശേഷമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ബിസിനസ് മേഖലയിൽ പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പരാജയം ഉണ്ടാകുവാനിടയുണ്ട്. അവതരണ ശൈലിയിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. വ്യവസ്ഥകൾ പലതും പാലിച്ച് പ്രവർത്തിച്ചാൽ പോലും സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം കൈവരിക്കാത്തതിനാൽ അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജോലി ഉപേക്ഷിച്ചാലോ എന്ന പലർക്കും തോന്നലുകളുണ്ടാവാം. ഉപേക്ഷിച്ചാൽ മറ്റൊരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ഥാപനത്തിന് ചില അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റ് ചുമതലകളും നിലവിലുള്ള ചുമതലകൾക്ക് പുറമെ മറ്റ് ചുമതലകളും ഏറ്റെടുക്കാം എന്ന ധാരണയോടുകൂടി തന്നെ ഉള്ള സ്ഥാപനത്തിൽ തുടരുവാനുള്ള അനുമതി ലഭിച്ചാൽ അങ്ങനെയുള്ളൊരു സമീപനം സ്വീകരിക്കുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. അസുഖങ്ങൾ പലതും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ ചിലർക്ക് സാംക്രമിക രോഗങ്ങളാണ്, മറ്റ് ചിലർക്ക് പകർച്ചവ്യാധിയുടെ അനന്തരഫലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ള പ്രകൃതി ഭക്ഷണ രീതികളൊക്കെ അനുവർത്തിക്കുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. പിതൃതുല്യനായിട്ടുള്ള ബന്ധുവിൻ്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കും. സഹനശക്തിയും ക്ഷമയും ആത്മസംയമനം ഉണ്ടാകുന്നത് വഴി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. അച്ഛന് അസുഖങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ദൂരദേശത്ത് താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിൽ വന്ന് അച്ഛനെ ശുശ്രൂഷിച്ചും കൊണ്ട് ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരുമെങ്കിൽ പോലും അതിനനുസരിച്ചുള്ളൊരു നേട്ടം വളരെ കുറയും. മഹത് വ്യക്തികളുടെ വിജ്ഞാനവും ആശയങ്ങളും ജീവിതാനുഭവങ്ങളും പ്രവൃത്തി പരിചയവും
അതിൻ്റെ ചില ഭാഗങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ പകർത്തുവാനുള്ള ആ ഒരു താല്പര്യം, ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള അത്ര തന്നെ ചെലവഴിക്കാൻ യോഗമൊന്നും ഇല്ലെങ്കിൽ പോലും സമ്പത്തൊഴികെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, ചിട്ടയോടുകൂടിയതായുള്ള പ്രവർത്തന ശൈലി അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള യുക്തി ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവിചാരിതമായിട്ട് അവസരം വന്നു ചേരും. കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾ അനുസരിച്ച് ഓണാഘോഷത്തിനനുബന്ധമായിട്ടുള്ള ആഘോഷങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ആചാരങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ദാനധർമ്മങ്ങൾക്ക്, ആ ആഘോഷങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതായിട്ടുള്ള പണം ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനും തീരുമാനിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളെ കൊണ്ട് പൂർണ്ണമായിട്ടുള്ള രീതിയിലും ഓണാഘോഷം വിപുലമാക്കാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും സുഹൃത്ത് നടത്തി വരുന്നതോ ബന്ധുമിത്രാദികൾ നടത്തി വരുന്നതോ സഹപ്രവർത്തകരുടെ ഗൃഹത്തിലോ ഓണം ആചരിക്കുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. സർവകാര്യ വിജയം എന്ന സങ്കല്പത്തോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണ പരാജയമുണ്ടാകുവാനിടയുള്ളത് കൊണ്ട് വളരെയധികം നിയന്ത്രണം എല്ലാ മേഖലകളിലും വേണ്ടിവരും. വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കണം. വരവും ചെലവും തുല്യമായിരിക്കുവാനാണ് ഈ മാസത്തിൽ യോഗം കാണുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിട വരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. നിഷ്ക്രിയരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് ഭാഗമായിട്ട് എല്ലാ മേഖലകളിലും ഒരു ധ്രുവീകരണം വേണ്ടി വരുവാൻ ഇടയുണ്ട്. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ഒരു പരിധിവരെ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ സാധിക്കുന്നതുമാണ്. പൊതുവെ മാനസികമായിട്ടും തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകളെ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ജോലിയാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും 1 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. പലപ്പോഴും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിച്ച് വളരെ വൈകിട്ട് മിക്ക ദിവസങ്ങളിലും ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും തൊഴിൽ ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ പോലും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.